ഹായ്. അപ്പം ഇന്ന് പെരുന്നാളാണ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നല്ല തിരക്കിലാവുമെന്നറിയാം. ഞാനും കുറച്ച് തിരക്കിലേനു. എന്നാലും ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ച് വന്നാട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ എവിടേക്കും പോവലില്ല. സാധാരണ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ എങ്ങോട്ട് അന്ന് പോവാറില്ല. നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യല്. നമ്മളെ തൊട്ടടുത്ത് അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ ഒന്ന് മീറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ വേറെ എങ്ങോട്ടും വണ്ടിയിലുള്ള യാത്ര ഞങ്ങൾ പൊതുവെ പെരുന്നാളിൻ്റെ ആ ദിവസം കുറക്കുക ചെയ്യല്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ റോഡുകളൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ പിറ്റേ ദിവസം പോകും, അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നമ്മൾ പോകും. പക്ഷെ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. വണ്ടിയിലുള്ള യാത്ര ഞങ്ങൾ പരമാവധി കുറക്കാറാണ് ചെയ്യല്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കൊന്ന് ഉറങ്ങി, പെരുന്നാളിന്റെ ആ ടൈമിൽ ഉച്ചഭക്ഷണം കഴിച്ചാൽ ഒന്ന് കുറച്ചു നേരം ഉറങ്ങണം. അത് വല്ലാത്തൊരു സുഖമാണ്. എന്താ അറിയില്ല, ആ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ അപ്പിൻ കുറക്കം വരും. നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ? നിനക്കറിയില്ല കേട്ടോ. അപ്പോ ഞാൻ എന്തായാലും ഉറങ്ങി എണീറ്റതാണ്. അപ്പൊ നിങ്ങളോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? മിക്ക വീടുകളിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോ പ്രത്യേകമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ കഴിച്ച് നമ്മൾ യാത്ര പോണവരാണെങ്കിൽ യാത്ര പോകും, അല്ലാത്തവര് വീട്ടിലിരിക്കും. അപ്പൊ നമ്മളെ വീട്ടിലും ഗസ്റ്റ് വരുന്നുണ്ടാവില്ലേ? നമുക്ക് അങ്ങോട്ടും ഗസ്റ്റ് ആയിട്ട് പോകേണ്ടി വരും. അപ്പൊ ഈ നാത്തുമാരൊക്കെ വരാനുള്ളവരുണ്ടാവും. എന്താ വെച്ചാല് ഇവിടുത്തെ നാത്തൂൻ വന്നിട്ടേണ്ടി വരും ഇവിടെയുള്ള നാത്തൂർക്ക് പോവാന്, ഇവിടെയുള്ള നാത്തൂന് അവിടെ എത്തിയിട്ട് വേണ്ടി വരും അവിടുത്തെ നാത്തൂന് പോവാന് അല്ലേ? പണ്ടൊക്കെ ഭയങ്കര ചിട്ടായിരുന്നു. അങ്ങനെ പെരുന്നാളിന് നമ്മളെ വീട്ടിൽ എല്ലാവരും വന്നതിന് ശേഷമൊക്കെ നമ്മളെ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ എന്നൊക്കെ. ഇവിടുത്തെ നാത്തൂൻ വന്നിട്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതുമ നഷ്ടപ്പെട്ടൊക്കെയാണല്ലോ. എപ്പോഴും കാണലും വരലൊക്കെ തന്നെ അല്ലേ? അപ്പോൾ ഇപ്പോഴും ഉണ്ടാവും അങ്ങനെയുള്ളവർ. എനിക്കറിയില്ല. നമ്മളെ വീട്ടിലേക്ക് പിന്നെ നാത്തൂന് വരാനും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരെ അറിയുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ അല്ലേ? അപ്പോൾ അവരെ നമ്മൾ ആദ്യം പരിഗണിക്കണം. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഇങ്ങനെ തോന്നിയത്, കയ്യിൻ്റെ നഖം നോക്കിയപ്പോൾ ഒരു വൃത്തികേട്, അതായത് നല്ലോണം ചുമന്നിട്ടില്ല, കുറച്ചിങ്ങനെ പകുതി ഒരു ചുവപ്പും പകുതി മഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം എനിക്ക് തോന്നി കുറച്ച് ഇലമൈലാഞ്ചി ഊരിയിട്ട് നമ്മളെ കയ്യിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാന്ന്. അപ്പം ഞാൻ കുറച്ച് മൈലാഞ്ചിക്ക് അങ്ങനെ ഊരിയാണ് കേട്ടോ. ഇലമൈലാഞ്ചി ഇടുമ്പോൾ മറ്റേ മൈലാഞ്ചിനേക്കാളും ഒന്നും കൂടി നല്ലതാണ്, നാച്ചുറൽ മൈലാഞ്ചിയാണല്ലോ. പക്ഷേ കാണാനും ഭംഗി അതന്നെയാണ്, അതിൻ്റെ ചുവപ്പ് ഒരു പ്രത്യേക രസം തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ ടാസ്ക് എന്താ വെച്ചാൽ അത് അരക്കാനാണ്. മിക്ക വീടുകളിൽ നിന്ന് അമ്മി ഉണ്ടാവില്ല. അമ്മി ഉണ്ടെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ആവും. നമ്മളെ വീട്ടിലും അതന്നെ അവസ്ഥ. അമ്മിക്കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഏതോ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇനി അരക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എന്തായാലും പോയോക്കട്ടെ. അവിടെ അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ ഓപ്ഷൻ ഏതാണ്? മിക്സിയാണ്. മിക്സിയിലിട്ട് ശരിക്കും അരയൊന്നുമില്ല, എന്നാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെള്ളം കുറച്ച് കൂട്ടിയിട്ടൊക്കെ ഒന്ന് അരച്ച് നോക്കിയിട്ട് നോക്കാം നമുക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്തോന്നൊക്കെ. എന്തായാലും അമ്മീൻ്റെ അടുത്ത് പോയൊക്കെ ഇപ്പൊ കണ്ട അവസ്ഥയാണ് കേട്ടോ. അത് പൊടി പിടിച്ചൊക്കെ കിടക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി പോയിട്ട് മിക്സിയിൽ തന്നെ അരക്കട്ടെ. അപ്പൊ പിന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഈദ് മുബാറക്ക് വിഷ് ചെയ്യാണ്. അപ്പോൾ